ഇഷ്ടപ്പെട്ടു എന്തായാലും. കാരണം എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അഖിൽ മലയാളി ഇവിടെ ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 31 ഡിസംബർ നമ്മൾ ഇന്നലത്തെ ബാച്ചിലർ പാർട്ടി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ രാവിലെ എണീച്ച് ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ സിജോ നമ്മളെ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക്. സിജോ ബ്രോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പാർട്ടി? പാർട്ടി കുഴപ്പമില്ലായിരുന്നു. ഉറക്കമാണ് ഇപ്പോഴെന്നെ കണ്ണു നോക്കി. ഉറക്കം മാത്രം ശരിയായിട്ടില്ല, ബാക്കിയൊക്കെ കുഴപ്പമില്ല. ബാക്കിയൊക്കെ പരിപാടി അടിപൊളി ചെയ്തില്ലേ? ആ കുഴപ്പമുണ്ടായിരുന്നു. നമ്മളെ കിസ് അടിപൊളി ചെയ്തില്ലേ? നമ്മളല്ല, നിങ്ങൾ കമന്റ് ചെയ്യണം. അതായത് വീഡിയോ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ട്. സായിയുടെയും സ്നേഹയുടെയും കിസ്സായിരുന്നു, സിജോയുടെ നിങ്ങളുടെ കിസ്സായിരുന്നു. ഏറ്റവും നല്ല കിസ് എന്നുള്ളത് വീഡിയോയിലാണ്. ഞങ്ങൾക്ക് കുറച്ച് നാടും പാടിലോട്ട് ഞങ്ങൾ പബ്ലിക്കായിട്ട് അത് ചെയ്യില്ല. നിങ്ങൾ നാളെ ആൾക്കാരാണ് ബിഗ് ബോസിലേക്ക് പോക്കാൻ പറഞ്ഞു, അവിടെ വെച്ച് നോക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കണ്ടു. അതിനുശേഷം നോറയുടെ പരിപാടിക്ക് വെച്ചാണ് ഉപയോഗിച്ചത്. രണ്ടാമത് വെച്ചാലും ഇവര് എനിക്ക് സ്നേഹം വന്ന് സിജോ വീഡിയോ ഓൺ ആകുമ്പോഴത്തേക്കും പറയണേ. ഞാൻ വേണ്ട വേണ്ടെന്ന് പറയും, പക്ഷെ അത് നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും സാധനം കൊണ്ട് മുമ്പ് വെപ്പിക്കണം എന്ന് എനിക്ക് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. സ്നേഹയുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ഇന്നലെ ഞാൻ പ്രോഗ്രാമിനിടയിൽ വെച്ച് നോക്കണം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് സാഹിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ആരും പറയരുത് സ്നേഹക്ക് തായ്ലൻഡിൽ പോക്കാനാണ് താല്പര്യം. ആള് പറയും സായിക്ക് തായ്ലൻഡില് പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല, നിക്കിയോ മുമ്പിയോ അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. എനിക്ക് അറിയില്ല. അവിടെ പോകാനുള്ള താല്പര്യം ഇല്ല. ഞാൻ അത് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞു. നമ്മൾ ആലപ്പുഴയ്ക്ക് പോവാണ്. ഇപ്പോൾ ജാസ്മിൻ, ഞാൻ, സായി, സിജോ ആണ് ഉള്ളത്. അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല, വയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ കാറിലിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കൊച്ചിയിൽ പോവും. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പുട്ട്, കടല, ബീഫൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഏറ്റവും രസം എന്ന് വെച്ചാൽ ആലപ്പുഴയിൽ ഞങ്ങൾക്ക് മീൻ കറി വേണമെന്ന് സായി പറഞ്ഞപ്പോൾ സിജോ പറഞ്ഞത് ഇവിടെ മീനൊന്നും ഇല്ലാതെ. ആലപ്പുഴ ബീച്ചിൻ്റെ നഗരമായ ആലപ്പുഴ, അല്ലെങ്കിൽ മീനുകളുടെ തറവാട് ആലപ്പുഴയിൽ രാവിലെ മീനില്ലാതെ. രാവിലെ മീൻ കിട്ടും, പക്ഷെ അത് ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും മീൻകറി വേണമെങ്കിൽ ചട്ടിക്കാപ്പ് വേണമെങ്കിൽ എടുത്തു തരാം. പക്ഷെ നല്ല മീൻ കിട്ടണമെങ്കിൽ ഉച്ച കഴിയണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സമയം 11:44 സമയം. ഈ സമയത്ത് എങ്ങനെ മീൻ കിട്ടും? ഉച്ച കഴിയണ്ടേ? ഉച്ച മീനുണ്ടല്ലോ, പിന്നെ പച്ചമീൻ കിട്ടും. വെട്ടി കറി വെച്ച്. അപ്പോൾ നമ്മളെ ഫുഡ് ഇനി കഴിക്കട്ടെ. ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. ബീഫ് ചാപ്സ്, ഇത് ബീഫിന്റെ കുറുമ. ആ ഇത് മതിയോ? കടല. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്കത്തേക്ക് ഫുഡ് കഴിക്കും. അപ്പോൾ 2:30 ഞങ്ങൾ 2:30 ഇപ്പോൾ കൊച്ചിയിലെത്തി. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അപ്പുറത്തൊരു ഗുഡ്വിൽ കളക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ എനിക്ക് സാരിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണ്ടായിരുന്നു കല്യാണത്തിന്. അപ്പോൾ അതൊന്ന് പോയി വാങ്ങട്ടെ. അതിന് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോകാൻ നിൽക്കുക. ഫുഡ് വന്നിട്ട് നമ്മൾ ഡോണർ ക്ലബിലാണ് വന്നത് അല്ലേ. സായിക്ക് തീരെ വയ്യ, ചെറുതായിട്ട് പനിയുണ്ട്, ജലദോഷമുണ്ട്. ഞാൻ ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്ത് സെറ്റാക്കും അല്ലേ. 2 ഗ്രേപ്പ് ജ്യൂസ്, ഒരു ലോഡഡ് ഫ്രൈസ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഞാൻ പറഞ്ഞ പോലെ ഗുഡ്വിൽ കളക്ഷനിൽ എന്തെങ്കിലും എനിക്ക് സാധനം മേടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നേരെ കിടക്കാൻ പോകും. കിടന്ന് വൈകുന്നേരം ഞങ്ങൾ ഒന്നും കൂടി ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് രാത്രി വീണ്ടും വന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ. പാർട്ടിയിൽ യോ പോവും. DJ സിബിൻ്റെ അവിടേക്കാണ് പോകുന്നത്. DJ സിബിൻ്റെ അവിടെ ഒരു DJ പാർട്ടി ഉണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും രസം നന്ദനാസി എന്നോട് ചോദിക്കുക നമ്മൾക്ക് എപ്പോഴാണ് ഇറങ്ങേണ്ടത്? ഒരു 9. ഞാൻ പറഞ്ഞൊരു 9-9:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. കാരണം സിബിൻ എന്നോട് പറഞ്ഞു എന്താ പറയുക 10 മണിയാവും. ഞാൻ സിബിന് 9-9:30 ഇറങ്ങുള്ളൂ, അപ്പം എത്തിയാൽ മതി. എന്നിട്ട് പിന്നെ ചോദിക്കുക എൻ്റെ മോളെ അവിടെ 10-10:30 വരെ ഉണ്ടാവുള്ളൂ ന്യൂ ഇയർ പാർട്ടി. അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്ത് കഥ അറിയാം. ന്യൂ ഇയർ പാർട്ടി പിന്നെ 12 മണി അല്ലാതെ പിന്നെ അതിന് മുന്നേ കഴിയുമോ? അതിനേക്കാളും വലിയ സാധനം. പിന്നെ വിളിച്ചോണ്ടിരിക്കണേ എപ്പോഴാണ് പോകാന്നൊക്കെ ചോദിച്ചിട്ട് 4 മണി 5 മണി ആകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുമെന്നാണ് അവൾ പറഞ്ഞത്. എന്തായാലും നോക്കട്ടെ. ഹായ്. അപ്പോൾ നമ്മൾ ഗുഡ്വിൽ കളക്ഷൻസിൽ നിന്ന് കുറച്ച് ആക്സസറീസ് എടുത്തു കല്യാണത്തിന്. സോറി, ഞാൻ ക്യാമറ തെറ്റിപ്പോയി. അപ്പോൾ ഗുഡ്വിൽ കളക്ഷൻസിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, കല്യാണത്തിനുള്ള സാധനങ്ങൾ. എന്നിട്ട് ഇനി കുറച്ച് ബാക്കിയുണ്ട്. സാരിക്ക് വേണ്ടിയിട്ടുള്ള മാച്ച് ആക്കിയിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് എടുക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ഇതേ ഹോട്ടൽ തന്നെയാണ് വന്നത്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ദയാബൈ റെനൈ പറഞ്ഞ ഹോട്ടലിൽ തന്നെയാണ് വന്നത്. വേറെ റൂമാണ്. ഇതാണ് ആ റൂം.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ന്യൂ ഇയർ പാർട്ടി കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഇവിടെ വരില്ല. അപ്പോൾ അതിന് വേണ്ടി കൊച്ചിയിൽ തന്നെ റൂം എടുത്ത് സെറ്റാക്കി. അപ്പോൾ ഇനി നമ്മൾ നാളെ ആണ് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇനി ഇവിടുത്തെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളിനി ഒരുങ്ങിയിട്ട് കുറച്ച് നേരം പുറത്തിറങ്ങും. സായിക്കൊന്ന് കിടക്കണം, എന്തായാലും കിടന്നിട്ട് ഇറങ്ങണം. ഹലോ, അപ്പം നമ്മളിപ്പോൾ ന്യൂ ഇയർ പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ്. ഇത് ബാക്കത്തെ സാധനങ്ങളൊന്നും കാണണ്ട, ഇതൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഈ ചെരുപ്പ് നോക്കേണ്ടത് ഞാൻ ക്രോക്സ് വെറുതെ ഇട്ടതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഹീലുള്ള ചെരുപ്പ് വണ്ടിയിലുണ്ട്. അപ്പോൾ അത് പോകുമ്പോൾ എടുക്കും. സായി എന്തായാലും താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അർബാനിക് സൈറ്റിൽ നിന്ന് വാങ്ങിയാൽ അതിന് അധികം റേറ്റ് ഒന്നുമില്ല, അറൗണ്ട് 2000 ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ കളർ കണ്ടപ്പോഴും പിന്നെ അതിലുള്ള മോഡൽസിൻ്റെ ബോഡി ഷേപ്പിലൊക്കെ കണ്ടപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. വാങ്ങിയത് കുറേ കാലം വാങ്ങിയിട്ട് എവിടെ യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിങ്ങനെ പാർട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ ഞാൻ മേക്കപ്പ് ഇട്ട്, സ്വന്തമായിട്ടാണ് മേക്കപ്പ് ഇട്ടത്. പിന്നെ ഞാൻ മുടി ജസ്റ്റ് കെട്ടിയെന്നുള്ളൂ, ഞാൻ ചിലപ്പോൾ അവിടെ പോയിട്ട് അഴിച്ചിടും. പിന്നെ ഈ കമ്മൽ ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിയത്, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാങ്ങിയതായിരുന്നു. പിന്നെ ഈ മാല നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല, ഞാനത് കാണിച്ചിട്ടുണ്ടോ എൻ്റെ വീഡിയോയിൽ നല്ല. സായി തായ്ലൻഡിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ടാണ്. കാരണം വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ കോളിൽ വിളിച്ചിട്ട് സായി കുറച്ച് ജ്വല്ലറീസ് കാണിച്ചാൽ തന്നിരുന്നു. അതിലുള്ള ഒരു ജ്വല്ലറി പെട്ടെന്ന് ഇങ്ങനെ ഇത് കാണിച്ചപ്പോൾ എനിക്ക് ഈ കളർ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഹുക്കായി. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ ഡ്രസ്സ് വാങ്ങിയത് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേ കളർ കണ്ടപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നി. അപ്പോൾ ഞാൻ സായിൻ്റെ പറഞ്ഞു എനിക്കത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എവിടെ യൂസ് ആവില്ല, കാരണം ഇത് കറക്റ്റ് മാച്ചും ആയി. ഈ കളർ ഉണ്ട്, ഈ കളർ ഇതിൻ്റെ ആയി, ഈ കളർ ഇതിൻ്റെ ആയി. അപ്പോൾ കറക്റ്റ് നല്ല മാച്ചായിട്ടുണ്ട് ഈ മാലയും ഡ്രസ്സും. അപ്പോൾ സെറ്റല്ലേ, നമുക്ക് പാർട്ടിയിൽ പോകാനുള്ളതാണ്. അപ്പോൾ സായി എന്തായാലും താഴെ പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങിന്നുള്ളൂ. ഇനി നമുക്ക് പാർട്ടിയിലുള്ള പിന്നെ നമ്മുടെ നന്ദനസിയൊക്കെ വരുന്നുണ്ട്, അഭിഷേക് ശ്രീകുമാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ ഇയർ പാർട്ടി സെലിബ്രേഷൻ ഫോട്ടോ. അപ്പോൾ നമുക്ക് പാർട്ടിക്ക് പോകല്ലേ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല രസമില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും, കാരണം എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസം, നല്ലൊരു വയലറ്റും നല്ല ലാവൻഡർ ഷെയ്ഡൊക്കെ പിന്നെ മാച്ചാക്കിയിട്ട് മാല കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത്, കറക്റ്റ് കിട്ടിയത് തായ്ലൻഡിൽ നിന്ന്. പിന്നെ കമ്മൽ ജസ്റ്റ് എന്തായാലും മാച്ചില്ലെങ്കിൽ, ഏകദേശം മാച്ചില്ലെങ്കിലും ഒരു അടിപൊളിയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. പിന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് പാർട്ടിക്ക്. അപ്പോൾ ഇത് ഞങ്ങളെ റൂം. ഇവിടെ ഫുള്ള് പാട്ട് ബൂത്താണ്. ഇത് നമ്മുടെ കൊച്ചി. ഇനിയിപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിൽ എന്തായാലും ഒരു ന്യൂ ഇയർ പാർട്ടി നടത്തുന്നുണ്ട്, അതിൻ്റെ പാട്ടാണ് സൗണ്ടാണ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോട്ടെ, ലിഫ്റ്റിൻ്റെ അങ്ങോട്ട് പോട്ടെ. നമ്മുടെ പാർട്ടി വേറെ സ്ഥലത്താണ്, ഇവിടെ വേറെ ഒരു ന്യൂ ഇയർ ആഘോഷം ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്തുമസ് അപ്പൂപ്പ ഉണ്ടായിരുന്നു, പാപ്പാനി എന്നല്ല പറയാ. നല്ല അടിപൊളി വൈബ്. അവിടെ മറ്റേ കത്തിക്കല്ല വെറുതെ ഇതല്ലേ. ഇപ്പൊ നല്ല തിരക്കുണ്ട് റോഡ്. കൊച്ചി ഓണാണ്. നമ്മള് എത്രയാണെങ്കിലും വേറെ നാട്ടില് പോകണം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സുഖം വേറെ നാട്ടിൽ കിട്ടില്ലല്ലേ. ഈ ഒരു വൈബൊക്കെ ഇത് ഫുൾ നമ്മളെ മലയാളികളുടെ ഇടയിൽ ഇരിക്കല്ലോ. 8 മണിക്കോ ന്യൂ ഇയർ ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ കുഴിമന്തി രാത്രി കഴിക്കാൻ കിടന്നു. കുഴിമന്തി മാത്രല്ല, മറ്റേ ബിരിയാണി, ചോറ് കുഴിമന്തി കഴിക്കാൻ കിടന്നു. വേറെ തരത്തിലുള്ള ഒരു ആഘോഷം ഞങ്ങൾക്ക് താല്പര്യം. ആഘോഷിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കോഴിക്കോട് പോകും, മലപ്പുറം. എനിക്ക് തോന്നുന്നു ഇനി കൊച്ചിയില് പുള്ളി കുറെ മലപ്പുറം കയറി കിട്ടോ, ഉറപ്പാണ്. കൊച്ചിയില് ഇന്ന് ഫോർട്ട് കൊച്ചി, ഫോർട്ട് കൊച്ചി മലപ്പുറക്കാരാവും. ഇനി കോഴിക്കോട് ബീച്ച് ഫുള്ള് മലപ്പുറക്കാരാവും. ബാംഗ്ലൂർ എന്തിന് ബ്രിഗേഡ് റോഡ് വരെ മലപ്പുറക്കാരെ, കംപ്ലീറ്റ് മലപ്പുറക്കാരെ. മലപ്പുറം സ്വന്തം നാട്ടിൽ ആഘോഷിക്കാൻ പറ്റില്ല, പുറത്ത് പോയി ആഘോഷിക്കാൻ നമ്മളെ കേട്ടാറാണ്. അപ്പോൾ നമ്മൾ പോവാണ്. ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോണത്. അത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകാം. 4 Points by Sheraton, അവിടെയാണ് ന്യൂ ഇയർ പാർട്ടി ഉള്ളത് കേട്ടോ. അതാ മോള് നമ്മളിവിടെ അഖിൽമാരാർ ഫാമിലി സലൂണില് എന്താണ് എവിടേക്കാ പോണത്? നമ്മൾ സിവിൽ പാർട്ടി അതിന് മുന്നേ എവിടേക്കാ വന്നത്? അഖിൽമാരാർ സലൂൺ. എന്റെ വയറ് എനിക്ക് കുറയ്ക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ അഖിൽമാരാറിനെ കാണാൻ പോട്ടോ. അഖിൽമാരാറിന്റെ ഫെറ ഫാമിലി സലൂണിൽ എത്തിയിട്ടുണ്ട്. അഖിൽമാരാർ അവിടെ ചിരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ പ്രൊമോഷൻ തരാന്ന് വിചാരിച്ചു. ഫെറ ഫാമിലി സലൂൺ 8 അപ്പൊ നമ്മളങ്ങനെ 4 പോയിന്റ്സ് ബൈ ഷെറാട്ടന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ, അവിടെയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് ഞാൻ കാർ ഒരു സ്പീഡ് ബ്രേക്കിൽ ഇൻഫോ പാർക്കിനുള്ളില്ല. ഇപ്പൊ നമ്മള് 4 പോയിന്റ്സ് ബൈ ഷെറാട്ടൻ പറഞ്ഞ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ DJ പാർട്ടി, സിബിന്റെ DJ. ഇവിടെ ഇൻഫോ പാർക്കിനുള്ളിൽ ഇവിടെ കുറെ കമ്പനീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ DJ സിബിന്റെ പാർട്ടിയാണ് ഇവിടെ. അടിപൊളിയായിട്ട് ഇവിടെ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 4 പോയിന്റ്സ് ബൈ ഷെറാട്ടൻ. അപ്പോൾ നമ്മുടെ എൻട്രി ആണിത്. നോ എയർ ഡ്രോപ്പ്. ഇതൊക്കെ എന്റെ വ്ളോഗിലുള്ള. അപ്പോൾ ഇനി 12 മണിയാവും. ഇനി 5 മിനിറ്റോളൂ. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇനി പാർട്ടിൻ്റെ ഉള്ളിൽ കയറട്ടെ. 12 മണിക്കാണല്ലോ നമ്മുടെ ന്യൂ ഇയർ. എന്തായാലും പോയി ആഘോഷിക്കട്ടെ. എന്തായാലും ഡാൻസ് അങ്ങനെ അറിയില്ലെങ്കിലും ഞാൻ അവിടെ പോയിട്ട് വെറുതെ നന്ദനയുടെ ഡാൻസ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുറേ ഡാൻസുകളുണ്ട്. ഇടാത്തത് കുറേ ഉണ്ട് അല്ലേ? നന്ദന സീരിയസ് ചേച്ചെടുത്ത് നിങ്ങളെല്ലാവരും ഉണ്ട്. നമ്മൾ സിബിനെയും കണ്ടു. സിബിനോടൊക്കെ ടാറ്റ പറഞ്ഞു, യാത്ര പറഞ്ഞു, ടാറ്റൊക്കെ പറഞ്ഞു. സിബിൻ വന്നിട്ട് അടിപൊളി അല്ലേ? സൂപ്പറായിട്ട്. നിങ്ങൾ വരാത്ത പ്രോഗ്രാം മിസ് ചെയ്തു. എൻട്രി ഫീ ഉണ്ട്, അല്ലാണ്ട് അത് ആർക്കറിയോ? നമുക്കിവിടെ ഫ്രീ ആയിട്ട് ഒരു കുഴപ്പമില്ലല്ലേ? അപ്പോൾ നമുക്ക് അത് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാൻ എനിക്കറിയില്ല. ഇനി വേറെ സംഭവങ്ങൾ പുറത്തേക്ക് പോകാൻ എനിക്കറിയില്ല. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. ഒരു ഹാപ്പി ന്യൂ ഇയർ ആണല്ലോ. ഹാപ്പി ആണോ? ഹാപ്പി ന്യൂ ഇയർ.